ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോളെ മസാലയാണ് കേട്ടോ. നമ്മുടെ വെള്ളക്കടല വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചോളെ മസാല. തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബട്ടൂറയുടെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ചോളെ മസാലയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. കൂടെ അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കണ് കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ, സവാളയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും നമ്മളത് ബ്ലെൻഡ് ചെയ്യുമ്പം. അതൊരു ഭാഗത്ത് നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുക. 3 സവാളയാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചോള മസാല ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ചേർത്തിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു ചെറിയ ബേ ലീഫ് ഉണ്ട്, പിന്നെ നമ്മൾ 3 ചെറിയ കഷ്ണം പട്ട, ജാതിപത്രിയുടെ ഒരു ചെറിയത്, പിന്നെ ഒരു 4 ഏലക്ക ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഗ്രാമ്പ് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളൊരു 1 ടീസ്പൂണോളം ക്യൂമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ജീരകം അതുകൂടെ ചേർത്തിട്ട് നമ്മുടെ ഓയിലൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഓയിലിലേക്ക് തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ട് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് ഈ ഓയിലിൽ നമ്മൾ 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളിപ്പം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 3 സവാള ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ സവാള ചേർക്കണം, എങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ പാടുള്ള മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ പോലും കുറേശ്ശെ ചേർത്തിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സവാള ഇതിൽ ചേർത്തിട്ട് നമ്മൾ 1-2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും സവാളയിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ലപോലെ തന്നെ 2-3 മിനിറ്റ് ഇതുപോലെ നമ്മൾ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് കൊടുക്കാം. പച്ചമുളക് വേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ഞാനിവിടെ എരിവ് കൂടുതൽ പറ്റാത്തതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. വേണ്ടവർക്ക് പച്ചമുളകും കൂടെ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് വീണ്ടും ഞാൻ 1-2 മിനിറ്റ് ഇത് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഇതങ്ങനെ വഴറ്റിയിട്ട് ആ മസാല നന്നാക്കി മൂപ്പിച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചോള മസാല നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ഇത് നമ്മൾ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. 1 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് ആവിയിൽ കിടന്നിട്ട് ആ മസാലയിലേക്ക് സവാളയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമ്മളിതാ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ സവാളയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ക്യുമിൻ പൗഡറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ്, ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു 1 ടീസ്പൂൺ തന്നെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചോള മസാല പൗഡറാണ്, അത് 2 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ആംചൂർ പൗഡർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡറാണ്. നമ്മുടെ പച്ച മാങ്ങ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്, പക്ഷെ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച് കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോള മസാല അത്യാവശ്യം എരിവുള്ള പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി അത്യാവശ്യം എരിവുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതലായിട്ട് ചേർക്കണ്ട, എരിവ് നന്നായിട്ട് കൂടിപ്പോവും. എരിവ് നിങ്ങൾ ആദ്യമേ മുളക് പൊടി കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോള മസാല 2 മുതൽ 3 ടീസ്പൂൺ വരെയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം.
നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളം ചേർക്കാതെ അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 3 വരെ എടുക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പം 2 അത്യാവശ്യം സൈസുള്ള തക്കാളിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തി വഴറ്റിയിട്ട് നമ്മളിതാ വീണ്ടും 1 മിനിറ്റ് ഇതിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഏത് ലിഡ് കൊണ്ടും അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവിയിൽ കടന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഇനി നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്തത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല അത് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഏകദേശം 1.5 കപ്പോളം വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സമയമില്ലെങ്കിൽ പോലും ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കാം. ആദ്യമേ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഇതിനൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഈ ഒരു സമയം നമ്മൾ ചേർത്തിട്ട് കൊടുക്കണം. തക്കാളി അരച്ചെടുത്തിട്ടുള്ള ഒരു ബ്ലെൻഡറിലേക്ക് വെള്ളം ചേർത്തിട്ട് അതാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം, ഏകദേശം 3 കപ്പ് വെള്ളം ഞാനിത് അവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ 3.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കുക. ഏകദേശം കടലയുടെ ഒപ്പം തന്നെ നമുക്ക് വെള്ളം വേണം. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സമയമാണ് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യമേ ഉപ്പ് കോരിയിടണ്ട. വെള്ളം കൂടെ ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിട്ട് കൊടുത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിത് അതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം ചോള മസാല പൗഡറും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എരിവ് അപ്പോഴേ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കത് ഇതും കൂടെ മിക്സ് ചെയ്തപ്പം എരിവ് കുറവാണ് തോന്നിയോണ്ടാണ് വീണ്ടും ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7 മുതൽ 8 വിസിൽ വരുന്നവരെ ഇത് കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 6 വിസിൽ കഴിഞ്ഞിട്ട് അടി പിടിക്കും അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ 6 7 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് സ്റ്റീം പോയിട്ട് തുറന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഒരു 8 വിസിൽ വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ ആ ഒരു കട്ടിയും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈമും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏകദേശം ഒരു 7 വിസിലെങ്ങാനും വേണ്ടി വരും. ഇതിപ്പോൾ ഒരു 8 വിസിൽ വരുന്നവരെ ഞാനത് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കാവണം. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക. നോക്കുമ്പം നമ്മുടെ ആ ഒരു മസാലയിലുള്ള ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനില്ലേ എന്നുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഈ ഒരു സമയം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഒരു കടല എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് പ്രസ് ആവണം. അപ്പോഴാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ലീവ്സ് ചേർത്തിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവയുടെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സാണ് കസൂരി മേത്തി. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1-2 ടീസ്പൂൺ നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്ന് ഞെരടി എടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മല്ലിയില കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പം ഈ ഒരു ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഒന്നുകൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ്. അങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരുപാട് ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ആദ്യമേ തയ്യാറാക്കുമ്പം കുറച്ച് സവാളയും തക്കാളിയും അതുപോലെ വെള്ളമൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.